ദേ ആർ നോട്ട് സ്റ്റഡിങ് പ്രോപ്പർലി. ഈ ഒരു കാലഘട്ടത്തിൽ കോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്, ബട്ട് കരിയർ ഫോക്കസ് ചെയ്ത് ജോബ് സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കരിയർ. ഹായ് ഗൈസ്, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം. നമുക്ക് എന്തിനെ പറ്റിയാണെങ്കിലും പഠിക്കാൻ ഒരുപാട് സോഴ്സസ് ഉണ്ടെന്നുള്ളതാണ് അല്ലേ. മുൻപത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, കുറേ പുറകോട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയൊന്നും മനസ്സിലാക്കാൻ അധികം സോഴ്സസിലൊക്കെ അല്ല, എനിക്ക് ഇത്രയും വൈഡായിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇല്ലായിരുന്നു. പല ആളുകൾ പറയുന്നതിലും അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ട്രാൻസിഷൻ നടന്നുകൊണ്ടിരുന്നത്, ഒരുപാട് ചേഞ്ചസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി സ്റ്റുഡൻസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം, എന്തിനെ പറ്റിയാണെങ്കിലും അത് മനസ്സിലാക്കാനുള്ള അവസരം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഈ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ സ്റ്റിൽ ഡൗട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് നമുക്കറിയാം, നമ്മളെ എസ്പെഷ്യലി നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ലൈഫിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു ഏരിയയാണ് നമ്മളെ പഠനം അല്ല. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ച് ലേൺ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തും എല്ലാം ഓരോ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ഒരു 10th ലെവലിൽ പോകുന്നു, +2 ലെവലിൽ പോകുന്നു, അതിനുശേഷം ഗ്രാജുവേഷൻ ലെവലിൽ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഏത് സെക്ടറാണെങ്കിലും നമ്മളങ്ങനെ ട്രാൻസിഷൻ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിലും എത്രത്തോളം നമ്മൾ അതിൻ്റെ ഡെപ്തിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മുന്നോട്ടേക്ക് നമ്മുടെ ആ ജേണിയെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ്, മെയിൻ ഏരിയ നമുക്ക് ചിലപ്പം നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ സോഴ്സസും നമുക്ക് ഉപയോഗിക്കാനുള്ള അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എല്ലാ സാധനങ്ങളും നമ്മളെ ഫോണാണെങ്കിൽ നമ്മളെ കൺമുൻപിലുണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതുപോലെ അത് എത്രത്തോളം നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വേയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് സ്റ്റിൽ ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. എസ്പെഷ്യലി നമ്മുടെ കരിയറിൻ്റെ കേസിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രഡീഷണൽ വേയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, നോർമൽ വേയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ ടെക് വൈസായിട്ടും AI ടെക്നോളജി പല രീതിയിലായാലും നമ്മൾ എന്ത് ചെയ്യുന്ന ഒരുപാട് ഗ്രോത്ത് ഇൻഡസ്ട്രിയിൽ കാണുന്നുണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിലും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതും ഏത് സെക്ടറാണെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും സോഴ്സസ് ഓഫ് സ്റ്റഡി നമുക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ ഓപ്ഷനുള്ള ഒരു കാലഘട്ടത്തിൽ, അപ്പം ആ ഒരു ഏരിയയിൽ സ്റ്റിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ദേ ആർ നോട്ട് സ്റ്റഡിങ് പ്രോപ്പർലി. എന്താണ് എൻ്റെ ഒരു കരിയർ, അല്ലെ നിങ്ങൾ പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റും പല കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടാവാം. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കരിയറിലോട്ടേക്ക് എത്തണം, അല്ലെങ്കിൽ ആ കരിയറിൽ എൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ്, ആ കരിയർ എനിക്ക് ആപ്റ്റാണോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സെക്ടറാണെങ്കിലും നമ്മൾ ആ ഒരു സെക്ടർ ഇതന്നെ ഫോളോ ചെയ്യണം. എസ്പെഷ്യലി ഒരു ഗ്രാജുവേഷനൊക്കെ എത്തി നിൽക്കുന്ന സമയത്തെന്ന് വെച്ചാൽ വളരെ ഒരു ക്രൂഷ്യൽ ടൈം തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് ഏജ് എന്ന് പറയുന്നതും വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിയർ സെറ്റാക്കിയിട്ട് ജോബിലോട്ടേക്ക് എത്താൻ അല്ലെങ്കിൽ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ടേക്ക് എത്രയും വേഗം എങ്ങനെ അതിലേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡിൽ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ അവിടെയാണ് നമ്മുടെ കോഡിങ്ങിനെ പറ്റി ആളുകൾ മനസ്സിലാക്കുന്നതിൽ ശ്രമിക്കാത്തതിലുള്ള പ്രശ്നം. 2024 നടന്നിട്ടുള്ള റെക്കോർഡ് പ്ലേസ്മെൻറ്റ്സ് 2025 അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അതും നമുക്കറിയാം ഒരുപാട് ഷോർട്ട് ടേം കോഴ്സുകൾ ഒരുപാടുണ്ട്. പലതും ചെറിയ പാക്കേജുണ്ട്, മീഡിയം പാക്കേജുണ്ട്, നല്ല വേജിൽ പാക്കേജുണ്ട്. അപ്പോൾ പല സാലറി പാക്കേജിലായിട്ടും പല ഇതായിട്ടും കോഴ്സസ് അവൈലബിൾ ആണ്. മെഡിക്കൽ കോഡിങ്ങിൽ കഴിഞ്ഞ ഒരു ലാസ്റ്റ് വീക്കിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിലൊക്കെ പാക്കേജുകൾ എന്ന് പറയുന്നത് 30+ ആണ്. എ ഫ്രഷർ പാക്കേജായിട്ട് അവർക്ക് കരിയർ ആരംഭിക്കാൻ കഴിയാണ്. അപ്പോൾ അത് ആ കമ്പനിയിലെ വേക്കൻസികൾ സ്റ്റിൽ ഓണായിട്ട് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 എന്താണോ നടന്നത് അതിൻ്റെ ഒരു തുടർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 1188 എന്ന പ്ലേസ്മെൻറ്റ്സ് നടന്നു 24. 700 കുട്ടികൾ കേരളത്തിൽ ജോലി കയറി. 865 സർട്ടിഫൈഡ് കോഡേഴ്സിന് കിട്ടി. നമുക്ക് നല്ല ഒരു 98% ഉള്ള ഒരു ടോപ്പ് സ്കോറർ കിട്ടി. GCC കൂടുതൽ ആൾ കയറി. അതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ റീക്യാപ്പ് നമ്മൾ മുന്നേ സെഷനിൽ ചെയ്തതാണ്. 2025 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി 2 ഗ്ലോബൽ ടോപ്പേഴ്സ് ആയി കഴിഞ്ഞു നമ്മുടെ CPC-യിൽ. 20+ അടുത്ത് GCC-യിൽ പ്ലേസ്ഡായി ജോലി കിട്ടിയ ആൾക്കാർ. കേരളത്തിൽ 144 പ്ലേസ്മെൻറ്റ്സ്. സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഡേഴ്സ് 369.
പ്ലേസ്മെൻറ്റ്സ് 371. ഈ ഒരു ചാർട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, സ്റ്റിൽ ലൈവാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു കരിയറിനെ പറ്റിയില്ല ഏതൊരു സെക്ടറാണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. കമ്പാരിറ്റീവ്ലി ഒരു കരിയർ ആരംഭിക്കാൻ പറ്റിയില്ല, ആസ് എ ഗ്രാജുവേറ്റ് എന്ന നിലയിൽ കരിയർ ആരംഭിക്കാൻ പറ്റില്ല ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ മെഡിക്കൽ കോഡിങ്. എന്തുകൊണ്ട് വെച്ചാൽ ഇത്രയും നമുക്ക് പാക്കേജിൽ കരിയർ ആരംഭിക്കാൻ പറ്റുന്നുണ്ട്, വളരെ ഷോർട്ട് ടൈമേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും എന്താ പറയുക ഹെൽത്ത് കെയർ സെക്ടർ IT സെക്ടറിലേക്ക് ഒരു ജോബ് ആസ് എ എൻട്രി ലെവൽ എന്താ പറയുക പൊസിഷനായിട്ട് ഇത്രയും നല്ലൊരു പാക്കേജിൽ ചില കമ്പനികൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കമ്പനി ആയിരിക്കും നടക്കുന്ന കമ്പനികൾക്ക് 30+ ആണ് സാലറി, ചിലത് 27 ഉണ്ട്, 25 ഉണ്ട്, 18 ഉണ്ട്. ആ ഒരു നോർമൽ പാക്കേജ് തന്നെ ആസ് എ ഫ്രഷറായിട്ടൊരു ഇത്രയും നല്ലൊരു പാക്കേജിൽ നമുക്ക് കരിയർ ആരംഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വളരെ റയറായിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലൂടെ കരിയർ ഡെവലപ്പ് ചെയ്ത് എല്ലാ സെക്ടേഴ്സും നമ്മൾ ഇതിലുണ്ട് തന്നെ. അപ്പം നമ്മളിത് പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൽ നിർബന്ധമുള്ളൊരു കാലഘട്ടത്തിലൂടെ ശരിക്കും നമ്മൾ കടന്നു പോകുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ ജോബ് എന്താ പറയുക എത്രയും പെട്ടെന്ന് കരിയർ സെറ്റാക്കിയിട്ട് ജോബിലിട്ട് എത്തുക എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ ഭാഗ്യം തന്നെ പറയാം. കോഡിങ്ങിൽ നമ്മൾ പറയാണ്ട് കോഡിങ് ആണെങ്കിൽ നമ്മൾ കാർഡിയ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാർഡിയുടെ പ്ലേസ്മെൻറ്റ് ട്രാക്കും ഇത്രയും കാലത്തെ 20 years ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ട്രാക്ക് സ്റ്റിൽ അത് ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്ലേസ്മെൻറ്റ്സ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും എല്ലാം അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന കാലഘട്ടത്താണ്. ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കരിയറാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കിത് കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു കാലഘട്ടത്തിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ എന്താ പറയുക ഓപ്ഷൻസ് കോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. ബട്ട് കരിയർ ഫോക്കസ് ചെയ്ത് ജോബ് സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കരിയർ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെ ഡെപ്ത് പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക പഠിക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളും നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാകും. നമ്മളിതിനെ പറ്റി എന്ത് ചെയ്യും വളരെ ഡെപ്ത് നോളജ് ഗെയിൻ ചെയ്യുക, എക്സ്ട്രീം ലെവലിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഈ ഒരു ട്രാക്കിൽ ഞാൻ പറഞ്ഞില്ല 2025 ആണെങ്കിലും 25 ഇതുവരെ നടന്നതാണെങ്കിലും 24 നടന്നു കഴിഞ്ഞതാണെങ്കിലും മുന്നത്തെ വർഷങ്ങൾ നടന്നു കഴിഞ്ഞതാണെങ്കിലും എല്ലാം കാർഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളായ രീതിയിൽ ഞാൻ പറഞ്ഞ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആ സോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക, നല്ലൊരു കരിയറിലോട്ടേക്ക് എത്തുക, ഇത്രയും പെട്ടെന്ന് കരിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ആ ഒരു കരിയറിലോട്ടേക്ക് എത്തി കരിയർ ലൈഫൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ. ടേക്ക് കെയർ ആൻഡ് ബൈ.